ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഷൈനി ടീച്ചറാണ്. ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ വെക്കേഷനൊക്കെ അവസാനിക്കാറായി. ഇനിയും കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ പഠനം ഭയങ്കര ബിസി ആയിരിക്കും. നമ്മൾ എല്ലാ വിഷയവും പഠിക്കണം. ഇപ്പോഴാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ള കാലങ്ങൾ വേഗം പഠിച്ചു പോകണം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം പഠിച്ച് റെഡിയായിക്കും. സ്കൂൾ തുറക്കുമ്പോഴേക്കും ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസാണ്. കോൺവെർസേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ലേഖയെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ശ്രദ്ധിക്കുക. अंजू घरबंदा का जन्म दिल्ली में हुआ. वे अध्यापिका, लेखिका तथा रेडियो कलाकार है. लघुकथा, कविता, संस्मरण आदि विधाओं में वे कायरद है. उजली होती भोर, किस्वे कैम, दिल्ली नयन आदि प्रकाशित कृतियों है. सावित्री बाई फूले सम्मान से वे पुरस्कृत हैं. ഇത്രയുമാണ് ഹിന്ദിയിൽ ലേഖയെക്കുറിച്ച് കൊടുത്തിരിക്കുക. അതുകൂടാതെ അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ട്രാൻസ്ലേഷൻ മിസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേഗം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി മിസ്സ് തന്നിരുന്നു. അത് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാനുള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ട്രാൻസ്ലേഷൻ ലേഖയെക്കുറിച്ച് മിസ്സ് വായിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മിസ്സ് അത് വായിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. ആ പേജിൽ തന്നിരിക്കുന്ന 10ാമത്തെ പേജിലുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ്സ് വേഗം വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യുവതി ക്യാ ബേച്ച് രഹി थी, वह किस तरह से ग्राहकों को आकर्षित कर रही थी. യുവതി എന്താണ് വിറ്റുകൊണ്ടിരുന്നത്? ഏത് തരത്തിലുള്ള കച്ചവടക്കാരെയാണ് അവൾ ആകർഷിക്കുന്നത്? 2ാമത്തെ ക്വസ്റ്റ്യൻ, യുവതി और കഥാവാചക की पत्नी के बीच क्या बातचीत हुई. കുട്ടികളെ ബാത്ചീത്ത് കോൺവെർസേഷനാണ്. വാർത്താലാപം എന്നും ബാത്ചീത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബാത്ചീത്ത്, വാർത്താലാപ്, സംവാദ് ഇതെല്ലാം കോൺവെർസേഷനാണെന്ന് മനസ്സിലാക്കുക. അതായത് യുവതിയും ആ പത്നിയുമായിട്ടുള്ള സംഭാഷണമാണ്. അത് മിസ് തന്നിട്ടുണ്ട്, നോക്കുക. ജബ് പത്നിനെ കഹാ 100 रुपये पर पीस तब युवती का गला क्यों भर आया. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കഥാവാചക की पत्नी ने पति को चुप रहने का इशारा क्यों किया था. 5ാമത്തെ ക്വസ്റ്റ്യൻ, पाठ का शीर्षक खिड़की प्रतीकात्मक रूप से क्या दर्शाता है. അപ്പോൾ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടാം. ഇതിൻ്റെ മുഴുവൻ മലയാളം ട്രാൻസ്ലേഷനൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.